ഹായ് ഓൾ, ഡോക്ടർ നിയാസാണ് ഡോപ്പയെന്ന്. ഡോപ്പ ജൂനിയർ സയൻറ്റിസ്റ്റ് ഇവൻറ്റിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ എക്സ്പ്ലനേഷൻ വീഡിയോ ആണിത്. ഡോപ്പ ജൂനിയർ സയൻറ്റിസ്റ്റിൽ പങ്കെടുത്ത കുട്ടികൾ എങ്ങനെയാണ് ഈ പരിപാടിയിൽ പ്രസൻറ്റ് ചെയ്യേണ്ടത്, ഓൾസോ എങ്ങനെയായിരിക്കും കോമ്പറ്റീഷൻ, അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. സോ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ബേസിക്കലി 10ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികൾക്ക് +1 +2 സയൻസ് സബ്ജക്റ്റുകൾ എക്സ്പോസ് ചെയ്ത് കാണിക്കുക എന്നുള്ളതാണ് ഈ ഒരു ഇവൻറ്റിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം. സോ 10ാം ക്ലാസ്സിലെ കുട്ടികൾക്കാണ് ഈ ഒരു ഇവൻറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഇവൻറ്റിൻ്റെ ബേസിക് നേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്കൂളിലൊക്കെ കണ്ടക്ട് ചെയ്യുന്ന പോലെ ഒരു സയൻസ് ഫെയർ പോലെയാണ്. സയൻസ് ഫെയറിൽ സാധാരണ സോഷ്യൽ സയൻസ് മാത്സും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരൊറ്റ രീതിയിൽ മാത്രമാണ് ഇതിലെ മത്സരം നടക്കുന്നത്. അതിൽ സ്റ്റിൽ മോഡലോ വർക്കിംഗ് മോഡലോ മാത്സ് പസിൽസോ മാത്സ് ഗെയിംസോ ഒക്കെ നിങ്ങൾക്ക് ഉൾപ്പെടുത്താവുന്നതാണ്. സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മേഖലയിലെ ഏതെങ്കിലും സയൻസ് മേഖലയിൽ നിങ്ങൾക്ക് അറിയുന്ന പ്രൊജക്റ്റുകളാവാം, പസിൽസ് ആവാം, എക്സ്പെരിമെൻറ്റ്സ് ആവാം, സ്റ്റിൽ മോഡലാവാം, വർക്കിംഗ് മോഡലാവാം, ഇങ്ങനെയുള്ള ഡിഫറെൻറ്റ് കാറ്റഗറിയിൽ നിങ്ങൾക്ക് പ്രസൻറ്റ് ചെയ്യാവുന്നതാണ്. ആൻഡ് ഇതിൽ വരുന്ന ഏറ്റവും ബെസ്റ്റ് 3 പ്രസൻറ്റേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ഡോപ്പ ജൂനിയർ സയൻറ്റിസ്റ്റ് അവാർഡ് കൊടുക്കുന്നത്. ക്യാഷ് പ്രൈസും മോർ ദാൻ ദാറ്റ് ഡോപ്പ ജൂനിയർ സയൻറ്റിസ്റ്റ് എന്നുള്ള ആ ഒരു ടാഗ് ലൈൻ നിങ്ങൾക്ക് അവൈലബിൾ ആവുന്നതാണ്. സോ ഇറ്റ്സ് എ വെരി ഹോണറിങ് തിങ്. സോ അതിനു വേണ്ടി നന്നായിട്ട് ട്രൈ ചെയ്യുക. സോ നിങ്ങൾ ഓൾറെഡി സയൻസ് ഫെയറിന് പങ്കെടുക്കാൻ വേണ്ടി ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന, മേ ബി ലാസ്റ്റ് ഇയറോ ഈ ഇയറോ നിങ്ങൾ പങ്കെടുക്കാൻ വേണ്ടി ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന നിങ്ങളെ എക്സ്പെരിമെൻറ്റ്സ് നമുക്ക് ഈ ഗൂഗിൾ ഫോമിലൂടെ അല്ലെങ്കിൽ നിങ്ങൾ ഐഡിയാസ് സെൻഡ് ചെയ്യുക. വീഡിയോസോ ഫോട്ടോസോ ഒന്നും വേണമെന്നില്ല, നിങ്ങൾ ഐഡിയാസ് സെൻഡ് ചെയ്യുക. നമ്മുടെ സ്റ്റാഫ് നിങ്ങളെ വിളിച്ച് കോൺടാക്ട് ചെയ്ത് പ്രോപ്പറായിട്ടുള്ള ഐഡിയ എടുക്കും. ആൻഡ് ഈ കോമ്പറ്റീഷനിലെ പോയിന്റ് കൊടുക്കുന്നതിൻ്റെ രൂപ കൂടെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ബേസിക്കലി ഏറ്റവും നല്ല ഇന്നൊവേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസിനാണ് ഏറ്റവും നല്ല പോയിന്റ് ലഭിക്കുക. മാത്രമല്ല പുതിയ സയൻറ്റിഫിക് തിയറി നിങ്ങൾക്ക് എത്ര നന്നായിട്ട് ഈ പറഞ്ഞിരിക്കുന്ന എക്സ്പെരിമെൻറ്റിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. മാത്രമല്ല ജഡ്ജസ് വന്ന് നിങ്ങളായിട്ട് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ആ സയൻസ് തിയറി എത്ര അടിപൊളിയായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളതും നല്ലൊരു പോയിൻ്റാണ്. മാത്രമല്ല 4മത്തെ പോയിന്റ് ആയിട്ട് ആഡ് ചെയ്യുന്നൊരു കാര്യം, ഇത് ഹ്യൂമൻ ലൈഫിനെ എത്ര ബെറ്ററാക്കി മാറ്റാൻ വേണ്ടി യൂസ് ചെയ്യുന്നുള്ള കാര്യം കൂടെ ബെസ്റ്റായിട്ട് കാര്യങ്ങളാണ്. അപ്പോൾ ഹ്യൂമൻ ലൈഫിലെ ചേഞ്ചസ് എത്ര നന്നായി കൊണ്ടുവരാൻ പറ്റും, ലൈക്ക് അലക്സാണ്ടർ ഫ്ലെമിംഗ് പെൻസിലിംഗ് കണ്ടുപിടിച്ചതുപോലെ ഇതേപോലെ എത്രത്തോളം ഹ്യൂമൻ ലൈഫിന് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു എക്സ്പെരിമെൻ്റ് ആണ് അല്ലെങ്കിൽ ഒരു കണ്ടുപിടുത്തമാണ് നിങ്ങളുടെ സൈഡിൽ നിന്ന് വരുന്നത് എന്നുള്ളത് പ്രധാനപ്പെട്ട പോയിൻ്റാണ്. ആൻഡ് ഓൾസോ എത്ര നല്ലൊരു പ്രസൻറ്റേഷനാണ് നിങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്, ഓൾസോ സയൻറ്റിഫിക് ബാക്കപ്പ് അല്ലെങ്കിൽ തിയറി എത്ര നന്നായിട്ട് അതിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് തുടങ്ങിയ കാര്യങ്ങളും, ഓൾസോ ജഡ്ജസ് ആയിട്ടുള്ള നിങ്ങളുടെ ഇൻട്രാക്ഷൻസും ബേസിലാണ് ഏറ്റവും നല്ല പ്രസൻറ്റേഷൻ തിരഞ്ഞെടുക്കുന്നത്. ബേസിക്കലി അന്നത്തെ വിന്നറിനെ സെലക്ട് ചെയ്യുന്നത് നമുക്കറിയാം M4Tech എന്നുള്ള യൂട്യൂബ് ചാനൽ കണ്ടക്ട് ചെയ്യുന്ന കേരളത്തിലെ ആദ്യത്തെ ഡയമണ്ട് ബട്ടൺ ലഭിച്ചിരിക്കുന്ന M4Tech കുറേ അധികം സയൻറ്റിഫിക് എക്സ്പെരിമെൻറ്റ്സ് ഒക്കെ ചെയ്യുന്ന ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറാണ്. സോ അവരെ തന്നെ അതിന് സെലക്ട് ചെയ്ത്, സോ എലോങ് വിത്ത് സയൻറ്റിഫിക് ബാക്ക്ഗ്രൗണ്ടിലുള്ള ടീച്ചേഴ്സിൻ്റെ കൂടെ തന്നെ ജീവൻ മച്ചാനും കൂടിയിട്ടായിരിക്കും ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള പ്രസൻറ്റേഷൻ സെലക്ട് ചെയ്യുന്നത്. ആൻഡ് അവരോടൊപ്പം ഒരു എക്സ്പെരിമെൻറ്റ് അവിടെ വെച്ച് ചെയ്യാനുള്ള ഒരു അവസരം ഈ കുട്ടികൾക്ക് അവൈലബിൾ ആയിരിക്കും എന്നുള്ളതാണ്. സോ നിങ്ങൾക്ക് യൂട്യൂബിലെ ഫേമസ് ആവാനും കൂടെ ഉള്ള നല്ലൊരു അവസരമാണ്. ആൻഡ് നിങ്ങളുടെ എക്സ്പെരിമെൻറ്റ്സ് പത്രത്തിലോ ന്യൂസിലോ അല്ലെങ്കിൽ യൂട്യൂബിൽ പബ്ലിക് ആക്കാനും പറ്റും എന്നുള്ളതിൻ്റെ നല്ലൊരു ഹൈലൈറ്റ് അവിടെ വരുന്നുണ്ട്. സോ എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്. എല്ലാവരുടെയും പങ്കെടുക്കുക. January 11th നമുക്ക് ജൂനിയർ സയൻറ്റിസ്റ്റിനെ അവിടെ വെച്ച് തിരഞ്ഞെടുക്കാം.